ഹായ്, ഞാൻ വീഡിയോയിലോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായല്ലേ. ഇന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ട ദോശ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല. അതേ കണക്ക് തന്നെ നമ്മൾ മുട്ട പൊറോട്ട ഉണ്ട്. അത് എങ്ങനെ വെറും സിമ്പിളാണ് ചെയ്യാൻ പറ്റുന്നത്. ആർക്കും ചെയ്യാൻ പറ്റുന്നതാ, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാന്ന്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് തുറിച്ച് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് സവാള ചെറുതായിട്ട് വെറും പൊടിയായിട്ടായിരുന്നു അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ വെജിറ്റബിൾസ്, ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കിട്ടും. ഞാനിപ്പം ഒന്നും എടുത്തില്ല. ഞാനിപ്പോൾ സവാളയും ഈ തക്കാളിയും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മളൊരു ചരുവ എടുത്തിട്ടുണ്ട്. ഈ ചരുവിനകത്ത് വെച്ചിട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എത്ര വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കുന്ന പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടാണ്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇതിനകത്ത്. സാധാരണ നമ്മൾ ഓംലെറ്റ് അടിക്കുന്ന അതേ രീതി തന്നെ. എന്നിട്ട് ഇത് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കോരി ഒഴിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഓംലെറ്റ് കോരി ഒഴിക്കുന്നതിനൊക്കെ ഒന്ന് പരത്തി എടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ഇടാവുന്ന ഒരു പൊറോട്ടയാണ്. പൊറോട്ട അതിൻ്റെ മുകളിലോട്ട് വെച്ച് അതിൻ്റെ മുകളിലൂടെ നമ്മൾ കുറച്ച് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഏകദേശം ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് മറിച്ചിടാം. അയ്യോ, അടിപൊളി. അപ്പൊ നമ്മുടെ എഗ്ഗ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇടാം. നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി. നിങ്ങൾക്ക് സമയക്കുറവാണ് എന്നെങ്കിലും നിങ്ങൾ ഈ ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സ് ആയിരിക്കും. ഇതുപോലെ കിടക്കാച്ച വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും.